മത്തായി പോടാ. ബൈ ബൈ ടാറ്റ. എങ്ങാട്ടാ ചായ കുടിക്കാൻ? ഡ്രസ് മാറുന്ന എന്തിനാ? പിന്നെ അപ്പൊ എല്ലാരും കോസ്റ്റ്യൂം മാറിയ എന്തത് പാടത്ത് കോലയിട്ട് നിക്കാൻ പോണോ? കോലോ ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. പുളിയുടെ ശവം നാറിയിട്ട് പാടില്ല. അങ്ങനെ പിള്ളേരും കോസ്റ്റ്യൂം മാറി നല്ല റിച്ച് ഗെറ്റപ്പ് വന്നപ്പോൾ ഒരുത്തന്നെ വണ്ടിയിൽ എണ്ണയില്ല. പിന്നെ ഞങ്ങൾ നേരെ എല്ലാം കൂടി പമ്പിൽ പോയി എണ്ണ അടിച്ച് ആപ്പടെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ലോട്ടറി നോക്കിയപ്പോഴത്തേക്ക് 50 രൂപ അടിച്ചിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴി ഞങ്ങളൊരു ലോട്ടറി കട കയറി അതും മാറി ഇനി കൊടിശരനെല്ലാം ഓർത്ത് 2 ലോട്ടറി കൂടി എടുത്തിട്ട് നേരെ ഞങ്ങൾ പിന്നെ ഇറങ്ങി. അങ്ങനെ സ്ഥലം എത്താറായപ്പോൾ പാലത്തിലോട്ടുള്ള വഴിയാണെങ്കിൽ ഫുള്ള് വെള്ളം. പിന്നെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വണ്ടിയെല്ലാം ഇറക്കി. പിന്നെ ഇങ്ങോട്ട് വരുന്ന പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒന്നെങ്കിൽ അമ്പലപ്പുഴ തകഴി റൂട്ട് വഴി വരിക, അല്ലെങ്കിൽ ഇതുവഴി വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് സ്വന്തം റിസ്കിൽ മാത്രം വരാൻ ശ്രമിക്കുക. അങ്ങനെ വെള്ളം എല്ലാം നീന്തി ഞങ്ങൾ പോകുന്നത് 2 പിള്ളേർ വെള്ളത്തിൽ കണ്ടപ്പോൾ കൂട്ടാൻ വെള്ളത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് അവന്മാരുടെ കമ്പനി അടിച്ച് വെള്ളത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും വള്ളത്തിൻ്റെ ആൾക്കാർ വന്നു. അവർ വന്ന കണ്ടപ്പോഴേ ഞങ്ങളും പിള്ളേരും എല്ലാവരും വലി. അങ്ങനെ കൂട്ടാൻ്റെ വള്ളം കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാലത്തിൽ എത്തി. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം ചായക്കടയായതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയാണ് വണ്ടി നിർത്തിയത്. നേരെ അവിടെ പോയി ഞങ്ങളുള്ള ചായയും പറഞ്ഞ് പുറത്ത് പോയി കാഴ്ചയും കണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ കടയിലെ ചേട്ടൻ വള്ളം കിട്ടും. എന്നാണ് കാണിക്കണേ കാണിച്ച് അത് കണ്ടപ്പോൾ അവന് പിന്നെ ആഗ്രഹം വള്ളത്തേക്ക് ഇറങ്ങണം. പക്ഷെ അവൻ ഇൻട്രോവേർട്ട് കളിച്ച് നിന്നുകൊണ്ട് അവസാനം ഞാൻ തന്നെ ചോദിക്കേണ്ടത് ഈ ചേട്ടാ നമ്മളെ വള്ളത്തെ കൊണ്ടുവന്ന് പറഞ്ഞു. സൂക്ഷിച്ച് ആദ്യം ചേട്ടൻ കയറണം. അവിടെ തില്ലി എടോ ആദ്യം ചേട്ടൻ കണ്ടു മത്തേച്ചിന് വെള്ളം കണ്ടപ്പോൾ ഭ്രാന്തായി. ഫോൺ കുഴപ്പമില്ല, ഫോൺ നോക്കും. ചായയും കുടിച്ച് ഞങ്ങളെല്ലാം കൂടി ആ വള്ളത്തെ കയറിയിരുന്ന് കുറച്ച് നേരം പുരാണം പറഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞൊരു സ്പെഷ്യൽ മുട്ട ബജി ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മഴ കൂടി പോയി. ഞങ്ങളെല്ലാം കൂടി ചായക്കട കയറിയത്. കൂട്ടുകാരൻ ഒരു ബജിയും കഴിച്ച് നേരെ മഴ ആസ്വദിക്കാനോട് മഴയത്തട്ടെടുത്ത് അടി. പിന്നെ ഞങ്ങളും കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ട് ഞങ്ങൾ അവൻ്റെ പറഞ്ഞു ഇനി മുട്ട ബജി കഴിക്കുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ മുളകടി ചോദിച്ചു മതി. അങ്ങനെ ഞങ്ങൾ നേരെ മഴ കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ പാലത്തേക്ക് കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് മഴ തീർന്ന് പിന്നെ ഞങ്ങൾ ഫോട്ടോയുടെ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് റോഡിൻ്റെ നടക്കൊക്കെ മാറിയെന്ന് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.